ഹലോ, എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം ഇന്നൊരു തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി വിചാരിക്കണു തേങ്ങാച്ചോറ് ഉണ്ടാക്കണം എന്നും കഴിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പലരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്. നമുക്കിത് ഏത് അരി വെച്ചിട്ടും ചെയ്യാം. മട്ടരി വെച്ചിട്ടും റേഷനരി കൊണ്ടും ഏത് അരി വെച്ചിട്ടും നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചോറ് വയ്ക്കാൻ എടുക്കുന്ന സാധാരണ അരി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനൊരു 1.5 നാഴി അരി എടുത്തിട്ടുണ്ട്. നാഴി അല്ലെങ്കിൽ 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്തു എന്നുള്ളൂ. ഇനി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കണം. അരി ഞാനങ്ങനെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞാനൊരു 10-15ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ചെറിയ ഉള്ളിയും പെരിഞ്ജീരകം കൂടി നന്നായിട്ട് ഞാൻ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതും റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കുക. പിന്നെ തേങ്ങാച്ചോറാണല്ലോ, അപ്പോൾ നിർബന്ധമായും തേങ്ങ വേണമല്ലോ. അപ്പോൾ തേങ്ങ ഞാൻ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളി പെരിഞ്ജീരകം അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് അത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ ഉലുവ ഒന്ന് കഴുകിയതിന് ശേഷം അതും ചേർത്ത് കൊടുക്കുക. ഉലുവ കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാച്ചോറ് ഒരു ചെറിയ കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാറുള്ളൂ, ഒരു 1/2 ടീസ്പൂൺ. എന്നിട്ട് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടെ തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. എല്ലാം കൂടി നന്നായിട്ട് തിരുമ്മിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് തേങ്ങാച്ചോറ് ലൈറ്റ് ഒരു യെല്ലോ കളറിൽ ഇങ്ങനെ കാണുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതിന് ശേഷം പിന്നെ 1.5 ഗ്ലാസ് അരിക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം എന്നാണ്. ഞാനിപ്പോൾ ഒരു 3.5 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അരിക്ക് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ ഓരോ അരിക്കും ഓരോരോ വ്യത്യസ്ത വേവായിരിക്കും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ തേങ്ങാച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊരു സ്പെഷ്യൽ ഒന്നുമല്ല, നമ്മൾ സാധാരണ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് പൊടികളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഒരു ചിക്കൻ കറിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് കറി കൂട്ടിയിട്ട് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കോമ്പിനേഷൻ. പക്ഷേ ബീഫ് ഇപ്പോൾ ഇവിടെ ഇല്ല, അപ്പോൾ ചിക്കൻ കറി കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങാച്ചോറ് ഒരു 4 വിസിലായപ്പോൾ ഞാൻ ഓഫാക്കി. അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ സ്റ്റീം എല്ലാം കംപ്ലീറ്റ് പോയതിന് ശേഷം നമ്മൾ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. നമ്മൾ തേങ്ങയൊക്കെ വശങ്ങളിൽ നിൽക്കുന്നുണ്ട്. അതൊക്കെ അതിലേക്ക് തന്നെ അങ്ങനെ ആക്കി കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം അങ്ങനെ കറക്റ്റ് പാകത്തിന് തന്നെ എനിക്ക് നല്ല എന്താ പറയുക പിരിപിരാതനെ നമ്മുടെ ചോറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് തണുത്തതിന് ശേഷമാണ് നമ്മുടെ ആ ഉലുവയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ല് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് സമയം അങ്ങനെ വെയിറ്റ് ചെയ്ത് തണുത്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ ഈ ഒരു രീതിയിലാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഏതായാലും നല്ലോണം ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ പ്ലേറ്റിലേക്ക് എടുത്തു കുറച്ച് ചിക്കൻ കറിയും കൂട്ടിയിട്ട് അങ്ങനെ ഒരു പിടുത്തം പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.